ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടും അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് അതിനകത്തൊന്നും ഇറങ്ങി പോരാൻ സാധിക്കാതെ വരികയും ഒടുവിൽ അവർ സഹികെട്ട് മരണം വരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതിൻ്റെ റീസൺസ് എന്തെല്ലാമായിരിക്കാം, എങ്ങനെ നമുക്ക് അത്തരം ഒരു കാര്യം പ്രിവെൻറ്റ് ചെയ്യാം, അത് നമുക്ക് എങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി. പക്ഷേ ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മുടെ സമൂഹത്തിൽ ഇന്നും സംസാരങ്ങൾ നടക്കുമ്പോൾ വളരെ സൂപ്പർഫിഷ്യലായിട്ട് മാത്രം ആ സംസാരങ്ങൾ ഒതുങ്ങിപ്പോവുകയും വളരെ ഡീപ്പറായിട്ടുള്ള ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവില്ലാതെ പലപ്പോഴും കുറച്ച് ആഴത്തിലേക്ക് പോവാതെ നമ്മൾ സൂപ്പർഫിഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടുള്ള ഡൗറി അല്ലെങ്കിൽ പീഡനം അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്നതായിട്ട് കാണാം. എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഡീപ്പറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുക, എന്തെല്ലാം ഫാക്ടേഴ്സാണ് ഡീപ്പർ ലെയേഴ്സിൽ ഒളിഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് നമുക്കതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിലേക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സാമൂഹികമായി അതിൽ നിൽക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം, അബ്യൂസ് ചെയ്യുന്ന ആളുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എന്തെല്ലാം, അബ്യൂസ് നേരിടുന്ന വിക്റ്റിമായിട്ട് നിൽക്കുന്ന ആളുടെ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം, അവിടെ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന പ്രയാസങ്ങൾ എന്തെല്ലാമായിരിക്കാം, എങ്ങനെയാണ് നമുക്കതിനൊരു പരിഹാരമായിട്ട് കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതെല്ലാമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും സീൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ എങ്ങനെയെല്ലാമാണ് അത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതും എന്തെല്ലാമാണ് നമ്മൾക്കത് ട്രൊമാറ്റിക്കായിട്ട് മാറുന്നത്, എങ്ങനെയെല്ലാമാണ് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനോ അതിൽ നിന്ന് മുന്നോട്ട് പോകാനോ സാധിക്കുക എന്നുള്ളതിനെ പറ്റി അത്ര തന്നെ അവയർനെസ് ഇല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലേക്കാണ് സീൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് അവയർനെസ് കിട്ടുന്നതിന് വേണ്ടി നമ്മളുടെ ഒരു ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഇങ്ങനെയുള്ള ഒരു അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത് അബ്യൂസ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പറയുമ്പോൾ മുതൽ പലപ്പോഴും നമുക്ക് തടസ്സം നിൽക്കുന്ന വലിയൊരു ഫാക്ടറാണ് സാമൂഹികമായിട്ട് നിലനിൽക്കുന്ന പല അബദ്ധധാരണകളും പല രീതിയിലുള്ള ഹെൽപ്ഫുൾ അല്ലാത്ത അൺഹെൽപ്ഫുള്ളായിട്ടുള്ള ഇടപെടലുകളും. അതായത് നമ്മളുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഇടപെടലുകളിൽ വരുമ്പോൾ, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്സിനകത്ത് നിൽക്കുന്ന പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ജസ്റ്റിഫിക്കേഷനിലേക്ക് പോകാറുണ്ട്. താൽക്കാലികമായിട്ട് ഈ വ്യക്തി ഒന്ന് വന്ന് സോറി പറയുമ്പോൾ തന്നെ മാറ്റങ്ങളുണ്ടായിരിക്കാമെന്നും ഇതോടുകൂടി എല്ലാ പ്രയാസങ്ങളും മാറിയെന്നും, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടായാൽ പ്രശ്നങ്ങൾ മാറും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ പ്രയാസങ്ങൾ മാറും, മൂത്തൊരു കുട്ടിയുണ്ടെങ്കിൽ രണ്ടാമതൊരു കുട്ടിയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രയാസങ്ങൾ മാറും, വീടെടുത്ത് ഒറ്റയ്ക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രയാസങ്ങൾ മാറും എന്നിങ്ങനെയുള്ള ഒരുപാട് ജസ്റ്റിഫിക്കേഷൻസ് ഈ കാര്യത്തിൽ വരാറുണ്ട്. അവിടെയെല്ലാം തന്നെ നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങളെ കണക്കാക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ വ്യക്തിയെ പിന്നെയും ന്യായീകരിക്കുന്നതിനും റീസൺസ് ആയിട്ട് മാറാറുണ്ട്. വേറൊരു രീതിയിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു ന്യായീകരണത്തിലേക്ക് പോകുന്നത് ചിലപ്പോൾ മറ്റ് പ്രയാസങ്ങളെ കൂടിയിട്ടായിരിക്കാം കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ വ്യക്തിക്കുള്ള മദ്യപാനം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പാരൻസിൻ്റെ പെരുമാറ്റം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കുടുംബത്തിൽ നിൽക്കുന്ന പ്രയാസമേറിയ ചുറ്റുപാടുകൾ എന്നുള്ളതിലേക്കെല്ലാം നമ്മൾ അതൊരു റീസൺസായി പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ അത് മാറുകയാണെങ്കിൽ പ്രയാസങ്ങളെല്ലാം തീർന്നു എന്നുള്ള ജസ്റ്റിഫിക്കേഷനിലേക്കും വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവ രീതി എന്തെല്ലാമാണ്, പേഴ്സണാലിറ്റി ശൈലികൾ എന്തെല്ലാമാണ്, വേറെ എന്തെല്ലാം മാനസിക പ്രയാസങ്ങൾ ഇയാൾക്ക് നിലനിൽക്കുന്നുണ്ട്, അതെല്ലാം മാറ്റാൻ പറ്റുന്ന ഒന്നാണോ അല്ലയോ, അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ എന്ത് ഡിസിഷനാണ് എൻ്റെ ജീവിതത്തിൽ എടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഡിസ്കഷൻസിലേക്ക് ഒന്നും പോവാതെ പലപ്പോഴും താൽക്കാലികമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ അതോടുകൂടി എല്ലാം തീർന്നു എന്നുള്ള ധാരണയിലേക്ക് എല്ലാവരും പോകുന്നത് വലിയ ഒരു റീസണാണ്. അതുപോലെ തന്നെയുള്ള ഒരു റീസണാണ് നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരോട് എതിർത്ത് പറയാനുള്ള ഒരു മടി കൊണ്ട് താൽക്കാലികമായിട്ട് അവരെ എനേബിൾ ചെയ്ത് പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർക്കുക എന്നുള്ളൊരു മനോഭാവം.
ഇതിലേക്ക് പലപ്പോഴും ജെൻഡർ എന്നുള്ള ഒരു ഫാക്ടർ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ജെൻഡർ എന്നുള്ളത് വളരെ സ്ട്രോങ് ആയി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പൊതുവേ നിൽക്കുന്ന മിസോജിനി എന്നുള്ളൊരു കാര്യവും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില രീതിയിലുള്ള ആളുകളെ എനേബിൾ ചെയ്യുന്നതിലേക്കും ബാക്കി ഒരു വിഭാഗം ആളുകൾ അത് സഹിക്കേണ്ടതാണെന്നും അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ് എന്നൊക്കെയുള്ള വളരെ മിസോജനിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മളുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും പലതും ബയസ്ഡ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സോഷ്യൽ സപ്പോർട്ട് എന്നുള്ളത് അങ്ങനെ ഉറച്ച ഒരു തീരുമാനം എടുക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും കിട്ടാറുമില്ല. അവിടെ പലപ്പോഴും ഉറച്ച ഒരു ഡിസിഷൻ എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഉറച്ചു നിന്നുകൊണ്ട് എനിക്കിത് ഓക്കെ അല്ല എന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നും അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതിയിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നും അവർക്ക് അഹങ്കാരം കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു മറ്റുള്ളവരോട് ബഹുമാനം ഇല്ലാത്തത് കൊണ്ടാണ് എന്നിങ്ങനെയുള്ളതെല്ലാം മുദ്ര ചാർത്താനുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ടെൻഡൻസിയും നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും അത് പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോകാൻ പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു സോഷ്യൽ സപ്പോർട്ടിൻ്റെ അഭാവം കൊണ്ട് തന്നെ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് പോവുകയും അവർ പിന്നീട് ആ ഡിസിഷൻസ് വേണ്ടാന്ന് വെക്കുക എന്നുള്ളതിലേക്ക് പോകുന്നതൊക്കെ സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. സോ പലപ്പോഴും അങ്ങനെയുള്ള ഒരു ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് എന്നുള്ളത് ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് പൊതുവായി നമ്മുടെ പൊതുസമൂഹത്തിൻ്റേതായി നിലനിൽക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ടുകളും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ മൈൻഡ് സെറ്റും അതിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണമെങ്കിൽ നമ്മൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആഴത്തിൽ പോവേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് ജെൻഡർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇത്രയ്ക്കധികം കൺഫ്യൂഷൻസ് വരുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ ഉടനടി ഒരു പ്രത്യേക ജെൻഡറിനെ മാത്രം അനുകൂലിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് പറയുകയോ ചെയ്യുന്നത്? അങ്ങനെയുള്ളൊരു ധാരണ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നില്ലേ? അങ്ങനെയുള്ള തരം മൈൻഡ് സെറ്റുകൾക്കെല്ലാം റീസൺസ് എന്താണ് എന്നുള്ളതിലേക്കെല്ലാം ചർച്ചകൾ പോവേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ നിൽക്കുന്ന അടുത്തൊരു ഫാക്ടറാണ് ഡിവോഴ്സ് എന്നുള്ളത് മോശമാണ് എന്നുള്ള തെറ്റിദ്ധാരണ. ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണെന്നും എങ്ങനെയും ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യമാണെന്നും എല്ലാവരുടെയും കടമ ഇതെങ്ങനെയും ഒന്നിച്ച് ചേർക്കുക എന്നുള്ളതാണ് എന്നുമുള്ള ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാലും കോടതിയിലേക്ക് എത്തിയാലും പലപ്പോഴും കൗൺസിലേഴ്സിൻ്റെ മുൻപിലേക്ക് എത്തിയാലും തെറപ്പിസ്റ്റുകളുടെ മുൻപിലേക്ക് എത്തിയാലും അവിടെ എങ്ങനെയെങ്കിലും ഒന്നിച്ച് ചേർക്കാനായിട്ടുള്ള ശ്രമങ്ങളുടെ അളവ് കൂടുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾക്ക് അളവ് കൂട്ടാറുണ്ട്, പ്രശ്നങ്ങളുടെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കാറുമുണ്ട്. ഉദാഹരണത്തിന് തെറ്റായ ഒരു ഇടപെടൽ പലപ്പോഴും അബ്യൂസറിന് വളരെ സ്ട്രോങ് ആയി ഉള്ള ഒരു എനേബിളിംഗ് ആയി മാറാറുണ്ട്. തെറ്റായി നമ്മളുടെ ഒരു കൗൺസിലറിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള ഒരു വാക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു വാക്ക് കിട്ടുന്നത് അബ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സോഷ്യലായിട്ട് നിലനിൽക്കുന്ന ഒരുപാട് ആളുകളുടെ ഇൻവോൾവ്മെൻറ്റിൽ നിന്നും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് കിട്ടുന്ന ഒരു അഭിപ്രായം എന്നുള്ളത് അബ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കരുത്ത് കൂടുന്നതിനും കൂടുതൽ അതും പറഞ്ഞ് അബ്യൂസ് ചെയ്യുന്നതിന് കണ്ടോ അവർ വരെ പറഞ്ഞല്ലോ നിൻ്റെ പ്രശ്നമാണെന്ന്, എൻ്റെ പ്രശ്നമല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ എന്നുള്ള രീതിയിലേക്ക് സംസാരങ്ങൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ഇടപെടേണ്ടുന്ന ഒരു കാര്യമാണ് അത് എന്നുള്ളത് പലപ്പോഴും ആളുകൾ വിട്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് എന്നാൽ മോശമാണെന്നും ഒന്നിച്ച് ചേർക്കുക എന്നുള്ളതാണ് എപ്പോഴും വേണ്ടുന്നത് എന്നുള്ള പൊതു മനോഭാവം ഒരുപാട് പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അടുത്തതായി സാമൂഹികമായിട്ട് നിലനിൽക്കുന്ന അടുത്തൊരു പ്രശ്നമാണ് ബൗണ്ടറീസ് എന്നാൽ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ ഇല്ലായ്മ. എല്ലായിടത്തും അഡ്ജസ്റ്റ്മെൻ്റാണ് വേണ്ടത് എന്നുള്ളതും ഒരു വ്യക്തി അവനവൻ്റേതായിട്ടുള്ള ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത് തെറ്റാണെന്നും മോശമാണെന്നും സ്വാർത്ഥതയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു വ്യക്തിക്ക് ഉറച്ചൊരു ഡിസിഷൻ എടുക്കാൻ കൺഫ്യൂഷൻ വന്നേക്കാം. എന്നെ സെൽഫിഷായിട്ട് കാണുമോ, ഞാൻ സ്വാർത്ഥനായി പോവോ എന്നുള്ള കൺഫ്യൂഷൻ തന്നെ പലപ്പോഴും ഒരുപാട് പേരെ പിന്നോട്ട് വലിക്കുന്ന വലിയൊരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സൊസൈറ്റിയിൽ ബൗണ്ടറീസ് എന്നാൽ എന്താണ്, പേഴ്സണൽ ആയിട്ടുള്ള സ്പേസ് എന്നാൽ എന്താണ്, അത് മറികടക്കുന്നത് ശരിയോ തെറ്റോ എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരണകൾ നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ അതെന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേരവിടെ സഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ ഫാക്ടറുമായി ബന്ധപ്പെട്ടിട്ടാണ്.
അടുത്ത ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള എലമെൻ്റാണ് വയലൻസിനെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ കൾച്ചറിൽ കുട്ടികളെ അടിക്കുന്നതാണെങ്കിൽ പോലും സ്വാഭാവികമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കുട്ടികളെ അടിക്കുന്നത് വരെ നിയമപരമായിട്ട് തെറ്റാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ? കുട്ടികളെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്താൽ പിന്നെ അടിക്കണ്ടേ എന്ന് പറയുന്നത് പോലെ ബിഹേവിയർ മോഡിഫിക്കേഷനുള്ള ഏറ്റവും നല്ലൊരു മാർഗം പണിഷ്മെൻ്റ് ആണ് എന്നും ശാരീരികമായി ഉപദ്രവിക്കുന്നത് പ്രശ്നമില്ല, അത് നോർമലാണ് എന്നും ചിന്തിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ അവിടെ വയലൻസിലേക്ക് പോകുമ്പോൾ വയലൻസ് നടത്തുന്ന ആളെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പലപ്പോഴും നമ്മളുടെ സമൂഹത്തിന് കൂടുതൽ പ്രാപ്തി ഉണ്ടായിരിക്കുക, താല്പര്യം ഉണ്ടായിരിക്കുക. അവിടെ അത് റോങ് ആണ്, ഫിസിക്കലി അബ്യൂസ് എന്നുള്ളത് തെറ്റാണെന്നും ഒരു വ്യക്തിയും അത് അർഹിക്കുന്നില്ല എന്നുമുള്ളൊരു ധാരണ ഇപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ ഭൂരിഭാഗം പേർക്കും വെളിച്ചം വീണിട്ടുള്ള ഒരു കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യുകയാണെങ്കിൽ അടി മേടിക്കാനും കുഴപ്പമില്ല, അടി കൊടുക്കാനും കുഴപ്പമില്ല എന്നുള്ള വളരെ നോർമലൈസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് അതിനെ കാണുന്നത്. അതേപോലെ തന്നെയാണ് ഇമോഷണൽ അബ്യൂസിനെ പറ്റി ഒരു ധാരണയും ഇല്ലാതിരിക്കുക എന്നുള്ളതും. ഇത്രയൊക്കെ ചെയ്ത് എന്താ പറയുക, ഇത്തിരി കുറ്റം പറയുന്നുണ്ടെന്നല്ലേ ഉള്ളൂ, കുറച്ച് ദേഷ്യം പറയുന്നുണ്ടെന്നല്ലേ ഉള്ളൂ, സാരമില്ല, അതിനെയൊക്കെ അങ്ങോട്ട് സഹിച്ചു കൊടുത്താൽ പോരെ, ഇതൊന്നും വലിയ ആനക്കാരിയായിട്ട് എടുക്കണ്ട, ഒന്നുമില്ലെങ്കിൽ എന്താ നമുക്ക് അവിടെ ഭക്ഷണം തരുന്നുണ്ടല്ലോ, വീട്ടുചെലവ് നടത്തുന്നുണ്ടല്ലോ എന്നിങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പലപ്പോഴും പ്രശ്നത്തിനെ ഒരുപാട് വഷളാക്കുന്നുണ്ട്. ബെയർ മിനിമം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇത്രയൊക്കെ കിട്ടാനുള്ള യോഗ്യതയാണ് നിനക്കുള്ളൂ എന്നും ഇത്രയൊക്കെ ചെയ്തു തരുന്നതിനെ മറ്റേയാളുടെ ഒരു വിശാല മനസ്സ് എന്നുള്ള രീതിയിലും കാണണമെന്ന് പഠിപ്പിക്കുന്ന സമൂഹം പലപ്പോഴും അത് പ്രശ്നത്തിനെ ഒരുപാട് ഇരട്ടിപ്പിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. അവസാനം ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ എന്നുള്ള ഒരു മറുപടിയോടുകൂടി എല്ലാവരും അതിനെ ഒതുക്കി തീർക്കുകയും ചെയ്യും. എന്നാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ഇത്തരം മനോഭാവങ്ങൾ നിൽക്കുന്നതിനെ ആരും ചോദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും മനസ്സിലുണ്ടാവാം. അത്തരം ബ്ലൈൻഡ് സ്പോട്ടുകളെ പറ്റി തിരിച്ചറിഞ്ഞ് സ്വയമേ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോഴാണ് സമൂഹം എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ബെയർ മിനിമം എന്നുള്ളത് അടിക്കുന്നതല്ല, നമ്മളെ ഒരുപാട് അബ്യൂസ് ചെയ്ത് കുറച്ചൊരു സ്നേഹം തരുന്നതല്ല. നമ്മളെല്ലാവരും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള പെരുമാറ്റത്തിന് അർഹതയുള്ളവരാണ് എല്ലാ മനുഷ്യരും. അവിടെ റെസ്പെക്റ്റ്ഫുള്ളായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും കടമയാണ്, കർത്തവ്യമാണ് എന്നിങ്ങനെയുള്ള അവബോധങ്ങളൊന്നും തന്നെ നമ്മളുടെ സമൂഹത്തിൽ പലപ്പോഴും ഉണ്ടാവാറില്ല. ഇനി നമുക്ക് അബ്യൂസ് ചെയ്യുന്ന വ്യക്തിയുടെ സ്വഭാവ രീതികളിലേക്ക് വരാം. എന്തെല്ലാമാണ് അബ്യൂസ് ചെയ്യുന്ന വ്യക്തിയുടെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കാണുന്നത്? നമ്മൾ ഇത്രയും നേരം സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് നിൽക്കുന്ന ബ്ലൈൻഡ് സ്പോട്ട്സിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. അബ്യൂസ് ചെയ്യുന്ന ആളുകളിലേക്ക് വരുമ്പോൾ ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവ രീതിയുള്ള ആളുകളുണ്ട് എന്നുള്ളതും ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ അത് അവരുപയോഗിക്കുന്ന പല മാനിപ്പുലേഷൻ രീതികളും മുൻപിലുള്ള ആളുകൾക്ക് സൈക്കോളജിക്കലി ഹാനികരമാണ് എന്നുള്ളതിനെ പറ്റിയിട്ടും ഒന്നും നമുക്ക് യാതൊരു അവയർനെസ്സും ഉണ്ടാവാറില്ല. അവർ നടത്തുന്ന പല സൂക്ഷ്മമായിട്ടുള്ള മാനിപ്പുലേഷൻ രീതികൾ, ഉദാഹരണത്തിന് ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നു, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നു, അവിടെ ഹൂവർ ചെയ്യുന്നു, നമ്മളെ ഫ്യൂച്ചർ ഫേക്ക് ചെയ്തുകൊണ്ട് നമ്മളെ പിന്നെയും ആ ഒരു സ്പേസിലേക്ക് കൊണ്ടുവരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും തന്നെ നമ്മുടെ സമൂഹത്തിന് യാതൊരു അവയർനെസ്സും ഉണ്ടാവാറില്ല. ഉദാഹരണത്തിന് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള കാര്യം തന്നെ എടുക്കാം. ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് എത്രമാത്രം നമ്മളെ സൈക്കോളജിക്കലി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നും നമ്മളെ അവിടെ എത്രത്തോളം ആഴത്തിൽ അത് സ്വാധീനിക്കുന്നുണ്ട് എന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴും അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാവാറില്ല. ഒരു പ്രശ്നം ഒരു വ്യക്തി റേസ് ചെയ്യുമ്പോൾ ഉടനടി അത് നിൻ്റെ എന്തോ മാനസിക പ്രശ്നം കൊണ്ടാണ് നിനക്കത് തോന്നുന്നത് എന്നും യഥാർത്ഥത്തിൽ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്നും ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന സമൂഹവും അബ്യൂസറും പലപ്പോഴും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത് ആ പറയുന്ന റേസ് ചെയ്യുന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്നത് സെൽഫ് ഡൗട്ടാണ്. ആ വ്യക്തിയോടെ എൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ തോന്നുന്നത് എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അവർ ധൈര്യത്തോടു കൂടി വിളിച്ച് പറയാം. എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ വ്യക്തി അക്കൗണ്ടബിലിറ്റി എടുക്കാതെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം ഭാഗത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനോ ഒന്ന് കണ്ണാടിയിൽ നോക്കി എൻ്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് ചിന്തിക്കാനോ ഞാൻ കാരണം മറ്റൊരു വ്യക്തിക്ക് എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു എമ്പതിയോട് കൂടി അതിനെ നോക്കിക്കാണാനുള്ള കേപ്പബിലിറ്റി ഈ അബ്യൂസ് ചെയ്യുന്ന ഒരാൾക്കുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അങ്ങനൊരു കേപ്പബിലിറ്റി ഇല്ലാത്ത ആളാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള
പല പല ജീവിതത്തിലെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലും അയാൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ എത്രമാത്രം ഹാനികരമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. സോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അക്കൗണ്ടബിലിറ്റി എടുക്കാത്ത, എമ്പതിയോടുകൂടി അതിനെ നോക്കിക്കാണാത്ത, സെൽഫ് അവെയർ അല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് മാറ്റം സംഭവിക്കുക? പലപ്പോഴും അയാൾ ഉണ്ടാക്കുന്ന ആ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് തന്നെ എത്രമാത്രം കൺഫ്യൂഷനാണ് അത് നേരിടുന്ന ആളിലുണ്ടാകുന്നത്. പലപ്പോഴും അവരുടെ മനസ്സിൽ ഒരു ഭാഗത്ത് അറിയുന്നുണ്ടായിരിക്കും ഇത് ശരിയല്ല എന്ന്, എന്നാൽ മറുവശത്ത് എൻ്റെ തെറ്റായിരിക്കാമെന്നും എൻ്റെ കൺഫ്യൂഷൻ കൊണ്ടായിരിക്കും എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നതെന്നും ഇനി ഞാൻ അബ്യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നതെന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നിടത്തോളം അവരെങ്ങനെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അടുത്ത ഒരു പോയിൻ്റാണ് ഈ ഒരു അബ്യൂസറായിട്ടുള്ള വ്യക്തി കൊണ്ടുവരുന്ന ഒരു സൈക്കിൾ എന്താണ് എന്നുള്ളത്. സൈക്കിൾ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി അവിടെ തുടക്കത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്ന രീതിയിലേക്ക് അവിടെ ലവ് ബോംബ് ചെയ്യുന്നു, നല്ല രീതിയിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടുന്ന, വിക്റ്റിമായിട്ടുള്ള വ്യക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പിന്നീട് ഒരു പ്രശ്നമുണ്ടാവുന്നു എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ രണ്ടാമത്തെ മുഖം അവിടെ പ്രകടമാവുകയും ഡിവാല്യൂ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പോവുകയും അവിടെ നിൻ്റെ പ്രശ്നം കൊണ്ടാണ് എല്ലാം എന്നുള്ള രീതിയിലുള്ള സംസാര രീതികൾ തുടങ്ങുകയും പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വയ്യ കുറഞ്ഞു വരികയും പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ അവിടെ എല്ലാം തീർന്നു എന്നുള്ള രീതിയിൽ ഫ്യൂച്ചർ ഫേക്ക് ചെയ്യുക, ഹൂവർ ചെയ്യുക, ലവ് ബോംബ് ചെയ്യുക എന്നുള്ള ടാക്ടിക്സ് കൊണ്ടുവന്ന് പിന്നെയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റാക്കുക എന്നുള്ളൊരു സൈക്കിൾ പലപ്പോഴും ഇങ്ങനെയുള്ള അബ്യൂസ് ചെയ്യുന്ന ആളുകൾ കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ് ആ സോറി പറയുന്നതും പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നതും. അവർ സ്വയം റിഫ്ലക്റ്റ് ചെയ്ത് സ്വന്തം രീതിയിൽ എടുക്കുന്ന ഡിസിഷൻസിൽ നിന്നല്ല അവരത് പറയുന്നത്, താൽക്കാലികമായിട്ടുള്ള പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാതെ നമ്മളിൽ പലരും വിചാരിക്കും ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും മാറി, ഇനി എല്ലാം ഓക്കെ ആയി എന്നുള്ളത്. എന്നാലല്ല, അത് ആ സൈക്കിളിൻ്റെ ഒരു ഭാഗമാണ്. അവർ മുൻപിലുള്ള ഒരു വ്യക്തിയെ ഡിവാല്യൂ ചെയ്യുന്നു എന്നുള്ളത് അത് അവരുടെ ഭാഗത്തുനിന്ന് സ്വയം കണ്ണാടിയിൽ നോക്കുന്നതിനുള്ള ഒരു മടി കൊണ്ടാണെന്നും അവർക്ക് അവരുടെ ഷെയിമിനെ റെക്കഗ്നൈസ് ചെയ്യാനോ മനസ്സിലാക്കാനോ അതിൻ്റെ കൂടെ റെക്കഗ്നൈസ് ചെയ്ത് അതിൻ്റെ കൂടെ ഇരിക്കാനോ ശ്രമിക്കുന്നതിന് പകരം മുൻപിലുള്ളൊരു വ്യക്തിയുടെ പ്രശ്നമാണ് എന്ന് ഡിവാല്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡിഫെൻസീവായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു മാർഗം മാത്രമാണ് അത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എത്രമാത്രം അവർ ഇൻകേപ്പബിളാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ചേഞ്ചിന് അവർക്ക് യഥാർത്ഥത്തിൽ ഒരു കപ്പാസിറ്റി അവർക്കുണ്ടോ എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലല്ല ഇത്തരം ജസ്റ്റിഫിക്കേഷൻസിലേക്ക് വരുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്തൊരു ഫാക്ടറായിട്ട് വരുമ്പോഴത്തേക്കും അവരെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇമേജ് എന്നുള്ളത്, പലപ്പോഴും ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് എന്നുള്ളത് വളരെ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലായിരിക്കാം. പലപ്പോഴും ഇങ്ങനെയുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള ഇമേജുകളിൽ നമ്മൾ വീണു പോകാറുണ്ട്. ഒന്നുകിൽ അവരൊരു ടീച്ചറല്ലേ, ഒന്നുകിലും അവരൊരു ഡോക്ടറല്ലേ, ഒന്നുകിൽ ഇവരൊരു എൻജിനീയർ അല്ലേ, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയല്ലേ, അതൊക്കെ കൊണ്ട് ഇവരങ്ങനെയൊക്കെ ചെയ്യുമോ എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഇമേജിൽ നിന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു സ്റ്റീരിയോടൈപ്ഡ് ആയിട്ടുള്ള ചിന്താഗതികളിലേക്ക് പോകാറുണ്ട്. അതായത് ഇവരാരും ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല എന്നുള്ളതുപോലെ. അടുത്തതായിട്ട് നമുക്ക് വരുന്ന വലിയൊരു ബ്ലൈൻഡ് സ്പോട്ടാണ് ഇവരെങ്ങനെയാണ് വിക്റ്റിമിനെ കാണുന്നത് എന്നുള്ളത്. ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മുൻപിലുള്ള ഒരാൾ എന്നെ എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കാതിരിക്കുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മളൊരാളെ കാണുന്ന പോലെ തന്നെയായിരിക്കും അയാൾ നമ്മളെയും കാണുന്നത് എന്നാണ്. അല്ല, അവർ നമ്മളെ കാണുന്നത് പലപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു ഫിൽറ്ററിലൂടെ നോക്കിയിട്ടാണ്. സോ പലപ്പോഴും ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിക്ടിമിനെ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. ചില റിലേഷൻഷിപ്പുകളിലേക്ക് വരുമ്പോൾ അത് വെറും ട്രാൻസാക്ഷനാലിറ്റിയിൽ നിന്നാണ് അവർ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എനിക്ക് ഇന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള വെറും ഒരു ഉപകരണം മാത്രമാണ് എന്നാണ് അവർ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്താലും നമ്മളുടെ നീഡ്സ് എന്താണ് എന്ന് റെക്കഗ്നൈസ് ചെയ്ത് നമ്മളുടെ ബൗണ്ടറീസ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിനെ വില മതിച്ചുകൊണ്ടുള്ള റെസ്പോൺസ് അവിടെ നിന്ന് ഉണ്ടാവണം എന്നില്ല. ഈ കാര്യം തിരിച്ചറിയാതെ പലപ്പോഴും നമ്മൾ അവരെ കാണുന്ന പോലെ തന്നെയാണ് അവർ നമ്മളെ കാണുന്നത് എന്നും താൽക്കാലികമായിട്ട് ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ജസ്റ്റിഫിക്കേഷനിലേക്കായിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. അടുത്തതായിട്ട് വരുന്ന ഫാക്ടറാണ് വിക്റ്റിമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ്.
നമ്മൾ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു, അബ്യൂസ് ചെയ്യുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു. അടുത്തതാണ് വിക്റ്റിമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത്. പലപ്പോഴും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ കാണുന്നത് അല്ലേ. ഈ ഒരു ചർച്ചയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എലമെൻ്റാണ് ട്രോമ ബോണ്ടിങ് എന്നുള്ളത്. ശരിയാണ്, ട്രോമ ബോണ്ടിങ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയി ഇത്തരം കാര്യങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വലിയ ഒരു ഫാക്ടറാണ്. എന്നാൽ ട്രോമ ബോണ്ടിങ് എന്നുള്ളത് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയാവുന്ന ഒരു വിഷയവുമല്ല. ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രോമയുള്ള രണ്ടാൾക്കാരുടെ തമ്മിലുള്ള ബോണ്ടിങ് അല്ല ട്രോമ ബോണ്ടിങ് എന്നുള്ളത്. ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അവിടെ അബ്യൂസ് ചെയ്യുന്ന ഒരാളും അബ്യൂസ് നേരിടുന്ന ഒരു വ്യക്തിയും തമ്മിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേകതരം ബോണ്ടിനെയാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ പല റിലേഷൻഷിപ്പുകളിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അതായത് ഇന്ന് എനിക്ക് ഈ പറഞ്ഞൊരു വ്യക്തിയുമായിട്ട് എനിക്ക് ട്രോമ ബോണ്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാൻസസ് ആർ ഇതേപോലുള്ള പാറ്റേൺസ് എൻ്റെ പാസ്റ്റിലും ഉണ്ടായിരുന്നിരിക്കാമെന്നും ഞാനതിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിലും എനിക്ക് അങ്ങനെയുള്ള പാറ്റേൺസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും. രണ്ട് രീതിയിലാണ് ട്രോമ ബോണ്ടിങ് ഉണ്ടാവുന്നത്. ഒന്ന്, ഹിസ്റ്റോറിക്കലായി നമുക്ക് ചെറുപ്പം മുതലേ ഉള്ള റിലേഷൻഷിപ്പുകളിൽ നിന്ന് വന്നിട്ടുള്ള ട്രോമ ബോണ്ടിങ് ഇന്നും റിപ്പീറ്റ് ചെയ്യുന്നത്. രണ്ട്, അഡൽഹുഡിൽ ഉണ്ടായി വന്നിട്ടുള്ള ട്രോമ ബോണ്ടിങ് എന്നുള്ളത്. ഇനി ഇത് രണ്ട് ആണെങ്കിലും ചൈൽഡ്ഹുഡിലുള്ള പാറ്റേൺസ് കുറേയും കൂടി സ്ട്രോങ്ങർ ആയിരിക്കും എന്നുള്ളതാണ് സത്യം. എങ്ങനെയാണ് ആ ഒരു ട്രോമ ബോണ്ടിങ് ഉണ്ടാവുന്നത്? അവിടെ എന്നെ ഡീവാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തി, ഞാൻ മോശക്കാരനാണ്, മോശക്കാരിയാണ് എന്ന് ഡീവാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ നെറേറ്റീവ് എന്നുള്ളത് ഞാൻ ഇൻറ്റേർണലൈസ് ചെയ്യാണ്, മേ ബി ഞാൻ മോശക്കാരി ആയിരിക്കാം എന്ന്. അപ്പോൾ എന്നെ ഞാൻ കാണുന്നത് മോശം എന്നുള്ള ഒരു കണ്ണിലൂടെയാണ്. എന്നാൽ ഈ വ്യക്തി സ്വയമേ തന്നെ വളരെ നല്ലതായി പൊക്കി പറഞ്ഞ് ഗ്രാൻഡിയോസിറ്റിയിൽ കാണുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തി വേറെ ആളുകളെയും ഐഡിയലൈസ് ചെയ്ത് നല്ലതായിട്ട് കാണുന്ന ഒരാളായിരിക്കാം. ആ കണ്ണിലൂടെ അവർക്ക് എന്തൊക്കെയോ കുറേ നല്ല കാര്യങ്ങളുണ്ടെന്നും ഞാൻ മോശമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഇമാജിൻ, ഈ അബ്യൂസ് ചെയ്യുന്ന വ്യക്തി വല്ലപ്പോഴും നമുക്ക് ഒരു അടപ്പിൽ വെള്ളം തരുന്നത് പോലെ സ്നേഹം തരുന്നുണ്ട് എന്ന് കരുതാം. അതായത് നമ്മൾ മരുഭൂമിയിലാണ്, നമ്മൾ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റഡ് ആണ്, നമുക്ക് യാതൊരു സ്നേഹമോ അറ്റാച്ച്മെൻറ്റോ കണക്ഷനോ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്പേസിൽ നമ്മൾ ഈ അബ്യൂസും നേരിടുന്നുണ്ട്, നമ്മൾ ഡിവാല്യൂ ചെയ്യപ്പെടുന്നുണ്ട്, നമ്മളുടെ ഉള്ളിൽ മേ ബി ഞാൻ വർത്ത് അല്ലായിരിക്കാം എന്നൊക്കെയുള്ള ഫീലിങ്സും വരുന്നുണ്ട്, നമ്മൾ നിരന്തരം ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെയാണ് ചെറിയൊരു അടപ്പിൽ വെള്ളം തരുന്നത് പോലെയുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ആ ഒരു കണക്ഷൻ ഡിപ്രൈവ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അടപ്പിൽ വെള്ളം കിട്ടുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷത്തിനും അതേപോലെ തന്നെ ഒരു കണക്ഷൻ ഉണ്ടാവുന്നു എന്നും ഈ ഒരു വ്യക്തിക്ക് എന്നോട് എത്രയോ നല്ല സ്നേഹമാണ് എന്നുള്ള രീതിയിൽ അതിനെ കാണുന്നതിനും ഉള്ള റീസണാണ്. അങ്ങനെയുള്ള ഒരു റീസണായിട്ട് വരുമ്പോൾ ഈ വല്ലപ്പോഴും കിട്ടുന്ന ഈ ഒരു അടപ്പിലുള്ള ഒരു വെള്ളത്തിനെ അതിനകത്ത് നമ്മൾ ഹുക്ഡായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ വല്ലപ്പോഴും ഈ അടപ്പിൽ വെള്ളം കിട്ടുന്നത് നോക്കി നമ്മളവിടെ ഇരിക്കും. എന്നാൽ ഞാൻ കുപ്പി കണക്കിന് വെള്ളം കിട്ടാൻ അർഹതയുള്ളൊരു വ്യക്തിയാണെന്നും എനിക്ക് നിങ്ങളുടെ കയ്യിലെ ഈ ചെറിയ അടപ്പിലുള്ളൊരു വെള്ളം വേണ്ട എന്നും ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃത്യമായി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവാനായിട്ടുള്ള അവസരങ്ങൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, കാരണം അങ്ങനെ പറയാന്നുള്ളത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ റീസൺ അവർ നേരിടുന്ന സാഹചര്യമാണ്, അവർ നേരിടുന്ന ട്രോമയാണ്, അവരുടെ ഉള്ളിൽ നിൽക്കുന്ന ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളിൽ നിന്ന് വരുന്ന ഫീലിങ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന ഒരു സൈക്കിളിനകത്ത് പെട്ടുപോവുകയാണ് ചെയ്യുക. അതിൽ നിന്ന് വരുന്നത് എന്താണ്? സ്നേഹം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഡെഫിനീഷനായിരിക്കും നമ്മളുടെ ഉള്ളിലുള്ളത്. എന്താണ് നല്ലത്, എന്താണ് സ്നേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡെഫിനീഷൻ എന്നുള്ളത് ബെയർ മിനിമം എന്നുള്ളതായിരിക്കാം. എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞാൽ മതി, എനിക്ക് വല്ലപ്പോഴും എന്നോടൊരു ചെറിയ സ്നേഹം കാണിച്ചാൽ മതി, അതാണ് എനിക്ക് സ്നേഹം. ഇങ്ങനെയുള്ള ഒരു ഡെഫിനീഷൻ നമ്മളുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇവിടെ ഡെഫിനീഷൻ എന്നുള്ളത് ഞാൻ എന്തിനാണ് അർഹതയായിട്ടുള്ളത് എന്നുള്ളതല്ല, എന്താണ് എന്നെ സംബന്ധിച്ച സ്നേഹം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ബെയർ മിനിമം എന്നുള്ളതാണ് സ്നേഹം എന്നുള്ള ഡെഫിനിഷൻ നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ പല സ്പേസുകളിലും ഇതുപോലുള്ള ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്നും ചെറിയൊരു അടപ്പിൽ വെള്ളം കിട്ടുന്ന പോലെയുള്ളൊരു ബെയർ മിനിമത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ ആ ഐഡിയലൈസേഷനിലേക്ക് പോവുകയും ഇതെന്തോ നല്ലൊരു റിലേഷൻഷിപ്പാണ് എന്ന് കാണുകയും അവിടെ
ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള രീതികളെയും ജസ്റ്റിഫൈ ചെയ്യുകയും ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ ഒരു കോഗ്നിറ്റീവ് ഡിസണൻസോട് കൂടി കാണുക എന്നുള്ള സ്പേസിലേക്കും പോവുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് കോഗ്നിറ്റീവ് ഡിസണൻസ്? കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മളുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ടിനെയും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കാതെ ഏതെങ്കിലും ഒരു എൻഡിലേക്ക് ചൂസ് ചെയ്യുന്നതിനെയാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. ഈ വ്യക്തി നല്ല ആളാണോ അതോ എന്നെ അബ്യൂസ് ചെയ്യുന്ന ആളാണോ? അപ്പോൾ വല്ലപ്പോഴും എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട്, അപ്പോൾ പിന്നെ നല്ല ആളായിരിക്കും, എൻ്റെ നല്ലതിന് വേണ്ടി പറയുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് നമ്മൾ ആ ഒരൊറ്റ എൻഡിലേക്ക് പോവുക എന്നുള്ളതാണ് പലപ്പോഴും കോഗ്നിറ്റീവ് ഡിസണൻസിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസ് വെക്കുക എന്നുള്ളതോ നമ്മളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കി നമ്മൾ അവിടെ നിന്ന് സ്പേസ് എടുക്കുക എന്നുള്ളതോ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇനി ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ രണ്ടാൾക്കാരോടോ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ നമ്മൾ പറയുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അവരുടെ ഭാഗത്തുനിന്ന് നേരത്തെ പറഞ്ഞ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തെറ്റിദ്ധാരണകളിലൂന്നിയ മറുപടികളാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ജസ്റ്റിഫിക്കേഷൻ ഒന്നും കൂടി വഷളായി ഒന്നും കൂടി നമ്മൾ ആ സ്പേസിനകത്ത് സ്റ്റക്കായി പോകാനാണ് സാധ്യത. കാരണം നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണെന്നാണ് തോന്നുന്നത് അല്ലേ? കാരണം എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, ഈ അബ്യൂസ് ചെയ്യുന്ന ആളും ഇത് തന്നെയാണ് പറയുന്നത്, അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെയായിരിക്കാം എന്ന് തന്നെ നമുക്ക് തോന്നും. ഇങ്ങനെയുള്ള ട്രോമ ബോണ്ടഡ് ആയിട്ടുള്ള പാറ്റേൺസ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് എന്നുള്ളതാണ് സത്യം. അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസുകളിൽ അത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ മാത്രമല്ല, കൊളീഗ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ, ഫ്രണ്ട്ഷിപ്പുകളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഫാമിലി റിലേഷൻഷിപ്പുകളിലേക്ക് വരുമ്പോഴെല്ലാം തന്നെ ഇത്തരം ട്രോമ ബോണ്ടഡ് ആയിട്ടുള്ള പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്, ഐഡിയലൈസ് ചെയ്യുന്നതിലേക്ക് പോകാറുണ്ട്. ആ ബെയർ മിനിമം എന്നുള്ളത് വെച്ച് നീട്ടുന്ന ഒരാളോട് ആരാധനയും നമുക്ക് സ്നേഹവും മതിപ്പും തോന്നുകയും എന്നാൽ എൻ്റെ ഭാഗത്തുനിന്ന് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ള സ്പേസിലേക്ക് ഈസിലി പോകുക എന്നുള്ളതും നടക്കാറുണ്ട്. അങ്ങനെയാണ് കോ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സ്പേസുകളിലേക്ക് പലപ്പോഴും പോകുന്നത്. അപ്പോൾ എന്താണ് കോ ഡിപ്പെൻഡൻസി? കോ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ ഇടപെടലിനെ ആശ്രയിച്ചാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വ്യക്തിയെ എനേബിൾ ചെയ്യുകയാണ്, ആ ഒരു വ്യക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. സോ ദാറ്റ് എനിക്ക് ഈ ഒരു സ്റ്റാറ്റസ് കോനെ എനിക്ക് മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പോകുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പാലം ഇടുകയാണ് രണ്ടാളുകളുടെ ഇടയിൽ. ഈ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള പാലത്തിൽ കൂടെയാണ് നമ്മൾ പോക്കും വരവുമല്ല. എന്നാൽ ഈ ഒരു പാലം കത്തിപ്പൊക്കോട്ടെ, എനിക്ക് ഈ പാലം വേണ്ട എന്ന് തീരുമാനിക്കാനായിട്ട് ഈ വ്യക്തിക്ക് അവിടെ സാധിക്കുന്നില്ല. ഈ ഒരു പാലം കത്തിപ്പോയാലാണ് നമുക്ക് പുതിയൊരു പാലം ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു പാലം എനിക്ക് വേണ്ട എന്ന് ഡിസൈഡ് ചെയ്യാനോ പറ്റുള്ളൂ അല്ലേ? പക്ഷെ അവിടെ ഈ ഒരു പാലം കത്തിപ്പോവുകയാണെങ്കിൽ ഈ വ്യക്തിയായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ്ലി പോവില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ കണക്ഷൻ കൊണ്ടുവരും? ഈ ഒരു വ്യക്തി എന്തായാലും ഈ പാലത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അപ്പോൾ പിന്നെ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ളൊരു പാലമാണെങ്കിലും അത് തന്നെ ഇരിക്കട്ടെ എന്നുള്ള മനോഭാവത്തിനെയാണ് കോഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള പാലങ്ങളാണ് പല റിലേഷൻഷിപ്പുകളും. അവിടെ അത് കത്തിപ്പൊക്കോട്ടെ, ഞാൻ എൻ്റെ കാര്യം പറയും, ഞാൻ എൻ്റെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യും, ഞാൻ എൻ്റെ സെൽഫ് വർത്തിനെ ചൂസ് ചെയ്യും, ഞാൻ എൻ്റെ സെൽഫിനെ ചൂസ് ചെയ്യും, ഇത് കത്തുകയാണെങ്കിൽ കത്തട്ടെ എന്നുള്ള സ്പേസിലേക്ക് പോകാൻ പലപ്പോഴും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുടെ ഉള്ളിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ ലോൺലിനെസ്സിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ സ്വാർത്ഥനാണോ എന്നുള്ള കുറ്റബോധത്തിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ഒരു മോശപ്പെട്ട വ്യക്തിയായിട്ടാണോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഷെയിമിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഇതെല്ലാം നമുക്ക് അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ തൽക്കാലം ആ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള പാലം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ള മനോഭാവത്തിൽ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്യാണ് പലപ്പോഴും അവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക. ആ കാര്യത്തിലേക്ക് വർക്ക് ത്രൂ ചെയ്യാനും അതിലേക്ക് വേണ്ടുന്ന ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനും എല്ലാം ഇൻറ്റൻസ് ആയിട്ടുള്ള തെറപ്പിയാണ് പലപ്പോഴും പരിഹാരം. എന്നാൽ അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് പോകുന്ന ആളുകൾ വളരെ കുറവാണ് താനും. അങ്ങനെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അടുത്തൊരു ഫാക്ടറാണ് നമ്മളുടെ ഉള്ളിൽ വരുന്ന ട്രോമ റെസ്പോൺസ് എന്നുള്ളത്. നമ്മളുടെ ട്രോമ റെസ്പോൺസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മുൻപൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിനെ പറ്റി പറഞ്ഞിരുന്നു. നമ്മളുടെ ബോഡി ഡിസ്റെഗുലേറ്റ് ആവുകയും നമ്മൾ ഈ ഒരു പാലം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി പല കാര്യങ്ങളും നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഉദാഹരണത്തിന് എൻ്റെ മുൻപിലുള്ള ഒരാളുടെ മുഖത്ത് അതൃപ്തി കണ്ട ഉടനെ ഞാൻ ഡിസ്റെഗുലേറ്റ് ആയി. ആ അതൃപ്തി ഒഴിവാക്കുന്നതിന് വേണ്ടി അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു. അയാൾക്ക് തൃപ്തിയായി, എനിക്ക് മനസ്സമാധാനമായി. പലപ്പോഴും ഇങ്ങനെയുള്ള പാറ്റേൺസ് എല്ലാം വരുന്നത് നമ്മളുടെ ട്രോമ റെസ്പോൺസിൽ നിന്നാണ്. ഇങ്ങനെയുള്ള ട്രോമ റെസ്പോൺസ് എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അതിനെ എത്രമാത്രം നമ്മൾ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്.
സെക്യൂർ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ട്രോമ റെസ്പോൺസുകൾ വളരെ റെയറായിട്ട് വന്നാലും അതങ്ങനെ അങ്ങോട്ട് പൊക്കോളും. എന്നാൽ ഇൻസെക്യൂർ ആയിട്ടുള്ള സ്പേസുകളിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രോമ റെസ്പോൺസ് ആണ് അവരുടെ ജീവിതം മുഴുവനും. അല്ലാതെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് വരിക എന്നുള്ളതോ എൻ്റെ സെൽഫിനെ ചൂസ് ചെയ്യുക എന്നുള്ളതോ അവരുടെ ഉള്ളിൽ ഒട്ടും നടക്കാത്ത ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരാൾ മുഖം കൊണ്ടൊന്ന് കാണിക്കുമ്പോൾ തന്നെ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, അവരാഗ്രഹിക്കുന്ന പോലെ പെരുമാറുക, അവരാഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ കൂടെയുള്ളവരെയും കൂടി ഞാൻ റെഗുലേറ്റ് ചെയ്യാൻ നോക്കുക, എൻ്റെ കൂടെയുള്ള ആൾക്കാരും കൂടി അവരെ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ എടുക്കുക എന്നുള്ളതെല്ലാം തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള ട്രോമ റെസ്പോൺസുകളുടെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇത്തരം ട്രോമ റെസ്പോൺസുകളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും അതിൽ വർക്ക് ത്രൂ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്കതിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ സെയിം സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇത്തരം ഈ ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള പാലത്തിനെ തന്നെ പിന്നെയും ചൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. മുൻപിലുള്ള വ്യക്തിയും ഓക്കെയാണ്, നമ്മളും ഓക്കെയാണ്. ഇതിൻ്റെ എല്ലാം എന്തിൻ്റെ എക്സ്പെൻസിലാണ്? എൻ്റെ മനസമാധാനത്തിൻ്റെയും എൻ്റെ സെൽഫ് റെഗുലേഷൻ്റെയും എക്സ്പെൻസിലാണ് നമ്മൾ ഈ വ്യക്തിയെ കംഫർട്ടബിൾ ആക്കി വെക്കുന്നത്. ഈ വ്യക്തിക്കാണെങ്കിലോ മുൻപിലുള്ള ഒരാളെന്നെ കംഫർട്ട് ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് ഒരിക്കലും കണ്ണാടിയിൽ നോക്കേണ്ട ആവശ്യവും വരുന്നില്ല. കാരണം എന്താണ്? ഞാൻ പ്രശ്നമാണെന്ന് വരുന്നില്ലല്ലോ. ഞാൻ പറയാണ് നീയാണ് പ്രശ്നം. മുൻപിലുള്ള ആൾ അത് അംഗീകരിക്കുന്നു, അതിനനുസരിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നു. അപ്പം ഞാൻ ഒരിക്കലും കണ്ണാടിയിൽ നോക്കേണ്ടതായിട്ട് വരുന്നില്ല അല്ലേ. സോ ഈ അബ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുമില്ല. കാരണം അവിടെ അതിനനുസൃതമായിട്ട് നമ്മളവിടെ ഈ പറയുന്ന രീതിയിൽ അവരെ കംഫർട്ടബിൾ ആക്കുന്ന സ്പേസുകളിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അവിടെയാണ് പലപ്പോഴും നമ്മളിൽ വർക്ക് ത്രൂ ചെയ്ത് ഇത്തരം ഈ ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഡാൻസിലേക്ക്, ഈ പറയുന്ന ഒരു പാലത്തിലേക്ക് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ള സ്പേസിലേക്ക് എത്താനോ, അല്ലെങ്കിൽ എൻ്റെ സെൽഫിനെ ഞാൻ ചൂസ് ചെയ്യട്ടെ, എൻ്റെ സെൽഫിനെ ഞാൻ ചേർത്ത് പിടിക്കട്ടെ എന്നുള്ള സ്പേസിലേക്ക് എത്താനോ നമുക്കപ്പോഴാണ് സാധിക്കുക. അതിനാവട്ടെ എൻ്റെ സെൽഫ് വർത്തിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ എന്തെല്ലാം അർഹിക്കുന്നു, എന്തെല്ലാം ഞാൻ അർഹിക്കുന്നില്ല, എൻ്റെ കടമകൾ എന്തെല്ലാമാണ്, അവകാശങ്ങൾ എന്തെല്ലാമാണ്, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലാത്തത് എന്താണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം ക്ലാരിറ്റി കിട്ടണമെങ്കിൽ പലപ്പോഴും നമ്മൾ തെറപ്പിയിൽ വർക്ക് ത്രൂ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പലപ്പോഴും എൻ്റെ ഉള്ളിലത്തെ ഡിസ്റെഗുലേഷൻ എന്നുള്ളത് വരുന്നത് എൻ്റേതായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസിൽ നിന്ന് വരുന്ന കാര്യമായിരിക്കാം. എൻ്റെ ഭാഗത്തുനിന്ന് അറ്റാച്ച്മെൻ്റ് എന്നുള്ളത് എന്താണ്? ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ ആ വ്യക്തിയുടെ മുഖഭാവം മാറുന്നത് എന്നെ ഒരുപാട് ഡിസ്കംഫർട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയും അത് ഓക്കെ ആക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ഈ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ചിലപ്പോൾ ചെറുപ്പം മുതലേ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷമായിരിക്കാം നമുക്ക് വന്നിട്ടുണ്ടായിരിക്കുക. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു വിക്ടിമിൻ്റെ പ്രശ്നമാണ് എന്ന് കാണുന്നതിനപ്പുറത്തേക്ക് ഈ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ കാണുകയും അതിൽ നിന്ന് നമ്മൾ വർക്ക് ത്രൂ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ ചൂസ് ചെയ്യാനും ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനും ഇതിൽ നിന്ന് പുറത്ത് കടക്കാനും സാധിക്കുന്നുണ്ടായിരിക്കാം. ഇനി നമ്മൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സിലേക്ക് വരികയാണെങ്കിലോ, നമ്മൾ സൊസൈറ്റിയിൽ നിൽക്കുന്ന ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു, അബ്യൂസ് ചെയ്യുന്ന ആളുടെ ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു, വിക്ടിമിൻ്റെ ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു. ഇനി റിലേഷൻഷിപ്പിലെ ഫാക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിലോ, ഈ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഈ ഒരു പാലം എന്നുള്ളത്, അതായത് ഈ ഒരു സൈക്കിളിൻ്റെ ബേസിസിലായിരിക്കാം ബിൽഡ് ചെയ്ത് വന്നത്. മുൻപിലുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഈ അബ്യൂസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും അടപ്പിൽ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളൊരു ബ്രെഡ് ക്രംബിങ് കൊടുത്താൽ മതി. ഈ ബ്രെഡ് ക്രംബിങ് കൊടുക്കുമ്പോഴേ നമുക്ക് അവിടെ എന്തൊക്കെയോ ആശ്വാസം കിട്ടുകയും നമ്മളവിടെ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വ്യക്തിയെ കംഫർട്ടബിൾ ആക്കി കൊണ്ടുവരുന്നു. ആ വ്യക്തിക്ക് ഡിസ്കംഫർട്ട് വരുമ്പോൾ അയാൾക്ക് അതൊന്ന് പ്രകടിപ്പിച്ചാൽ മാത്രം മതി. നമ്മുടെ നെർവസ് സിസ്റ്റം ഡിസ്റെഗുലേറ്റ് ആവുന്നതോടുകൂടി നമ്മളും അവിടെ ആ കംഫർട്ടബിളായിട്ടുള്ള സ്പേസിലേക്ക് കൊണ്ടുവരാൻ അത്യധികം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഈ പ്രശ്നത്തിനെ പറ്റി പുറത്തുള്ള ആളുകളോട് പറയുമ്പോൾ അവരവിടെ നമ്മളോട് ഇത് വിട്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും വിട്ടുവരാനായിട്ട് പലപ്പോഴും പലർക്കും സാധിക്കാറില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവിടെ ഒറ്റപ്പെടലിനെ ഫേസ് ചെയ്യേണ്ടി വരുമോ, ഞാനവിടെ എനിക്ക് ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരില്ലേ, പ്രത്യേകിച്ചും ഡിവോഴ്സൊക്കെ മോശമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഷെയിമിനെ ഫേസ് ചെയ്യേണ്ടി വരില്ലേ, എല്ലാവരും എൻ്റെ തെറ്റാണ് എന്ന് പറയില്ലേ എന്നുള്ള കുറ്റബോധത്തിനെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. നമ്മൾക്ക് ഇനി മുൻപിലേക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഭയത്തിനെയും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇവിടെ കാണുന്ന ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഈ ഇമോഷൻസ് പലതും ഈ അബ്യൂസ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗ്യാസ് ലൈറ്റിങ്ങിലൂടെ നീ ഇതിനെപ്പറ്റി പുറത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നിന്നെ തന്നെയാണ് കുറ്റം പറയുള്ളൂ, എന്നെ ആരും തെറ്റ് പറയില്ല, കണ്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാർ ഇപ്പുറത്തുണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെല്ലാം പ്രൂഫുകൾ ഉണ്ടെന്നറിയാമോ, നാളെ നീ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നീ അന്ന് ഇങ്ങനെ ചെയ്തൊരു കാര്യവും ഞാൻ പറയും
എന്നുള്ള ത്രട്ടനിങ് ആവാം. അല്ലെങ്കിൽ പല രീതിയിലുള്ള ഗ്യാസ് ലൈറ്റിംഗ് ആയിരിക്കാം. എല്ലാം നിൻ്റെ മിസ്റ്റേക്കാണ്, നിൻ്റെ മിസ്റ്റേക്ക് മാത്രമാണ്, നിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ കണ്ടോ, ഇന്ന കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നത്, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്, നീ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കുടുംബം നിലനിന്ന് പോകുന്നത് എന്നൊക്കെയുള്ള ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളിൽ നിന്നും ഇതുപോലുള്ള ഒറ്റപ്പെടലും നമുക്ക് കുറ്റബോധവും പേടിയും ഷെയിമും എല്ലാം വരാനുള്ള സാധ്യത വളരെ സ്ട്രോങ് ആണ്. ഇങ്ങനെയുള്ള ഗ്യാസ് ലൈറ്റിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ഡിഫിക്കൾട്ടായിട്ടുള്ള ഇമോഷൻസിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്പിന് വേണ്ടി പുറത്തൊരാളെ വിളിക്കുക എന്നുള്ളത് പോലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ എക്സ്റ്റെൻഡ് എന്നുള്ളത് അത്രമാത്രം സിവിയറാണ്, അത്രമാത്രം ഇൻറ്റൻസ് ആണ്. പലപ്പോഴും കാരണമില്ലാതെ നമ്മളെ ഭയക്കുകയും കാരണമില്ലാതെ നമ്മൾ കുറ്റബോധത്തിലേക്ക് പോവുകയും കാരണമില്ലാതെ നമ്മൾ വളരെ അഷെയിംഡായി പോവുകയും കാരണമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു വ്യക്തി പോകുമ്പോൾ തന്നെ വളരെ ഒറ്റപ്പെടൽ അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും ഇത്തരം ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ റിസൾട്ടാണ്. ഈ ഒരു ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കൊണ്ട് നോക്കുമ്പോൾ നമുക്കവിടെ മുൻപിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് അത്ര തന്നെ ഈസിയർ ആയിട്ടുള്ള ഒരു കാരണമാവണം എന്നില്ല, അല്ലെങ്കിൽ അത്ര ഈസിയർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആവണം എന്നില്ല. ഇനി പലപ്പോഴും നമ്മളെ വളരെ സ്ട്രോങ്ങറായിട്ട് പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ് ഒറ്റപ്പെടൽ എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചേക്കാം, ശരിയല്ലേ, നമ്മൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പോരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടില്ലേ എന്ന്. ഇവിടെ ഓർക്കേണ്ടുന്ന വലിയൊരു സ്ട്രോങ്ങറായിട്ടുള്ള ഫാക്ടറാണ് ഒറ്റപ്പെടൽ എന്നുള്ളത് പലപ്പോഴും ഒരു ട്രോമ റെസ്പോൺസ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം പലപ്പോഴും നമ്മളെല്ലാവരും വിചാരിക്കും സ്വാഭാവികമായിട്ട് ഏത് റിലേഷൻഷിപ്പിൽ ഡിഫിക്കൽട്ടി വരുമ്പോൾ നമുക്ക് ഒറ്റപ്പെടൽ വരില്ലേ എന്നുള്ളത്. ആവണമെന്നില്ല. പലപ്പോഴും അതും പാസ്റ്റിൽ നിന്നുള്ള ഒരു ട്രോമ റെസ്പോൺസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് വളരെ സ്ട്രോങ്ങറായിട്ട് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ട്രോമകളിൽ വർക്ക് ത്രൂ ചെയ്യുന്നതിലൂടെ ഇന്ന് സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നതിലൂടെ പലപ്പോഴും നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് പോസിബിൾ ആവുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് വേണ്ടി പക്ഷെ നമ്മൾ ഒത്തിരി ദൂരം വർക്ക് ത്രൂ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇനി ഇങ്ങനെയുള്ള ഒരു സ്പേസിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തെല്ലാമാണ് ചെയ്യാൻ സാധിക്കുക? ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക, അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള തിരിച്ചറിവുകൾ വളർത്തിയെടുക്കുന്നത് വഴി നമുക്ക് അവിടെ ഇങ്ങനെയുള്ള പാറ്റേൺസ് കാണാൻ സാധിക്കും. ഇതുവരെ നമ്മൾ ബ്ലൈൻഡായി പോകുന്ന ഇത്തരം പല പാറ്റേൺസും കാണുന്നതിലൂടെയാണ് നമുക്ക് വേണ്ടുന്ന ആദ്യത്തെ സ്റ്റെപ്പുകൾ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കാം. രണ്ടാമതായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഡിസ്ട്രെസ് ടോളറേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മളുടെ സ്കില്ലുകൾ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത്. ഈ നേരത്തെ പറഞ്ഞ ഒറ്റപ്പെടലാണെങ്കിലും സങ്കടമാണെങ്കിലും പേടിയാണെങ്കിലും ഷെയിമാണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ വളരെ ഡിസ്റെഗുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഇമോഷൻസ് ആണല്ലേ. എന്നാൽ ഈ ഇമോഷൻസ് ഒന്നും തന്നെ നമ്മളെ കൊല്ലാൻ പോകുന്നതല്ല. ഇതെല്ലാം തന്നെ നമുക്ക് ഡീൽ ചെയ്യാനും ആ ഡിസ്ട്രെസ്സിനെ ടോളറേറ്റ് ചെയ്യാനുള്ള സ്കില്ലുകൾ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ആ ഡിസ്കംഫർട്ടിലൂടെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള പാറ്റേൺ ഈ ഡിസ്കംഫർട്ട് വരുമ്പോൾ തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ആ സൈക്കിളിലേക്ക് പോവുകയും അവിടെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസ്കംഫർട്ട് ടോളറേറ്റ് ചെയ്യാനായിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മളുടേതായിട്ടുള്ള ഒരു സെൽഫിനെ ചൂസ് ചെയ്യാനും ബൗണ്ടറീസ് ചൂസ് ചെയ്യാനും സാധിക്കുക. ആ ഒരു ഡിസ്ട്രെസ് ടോളറേറ്റ് ചെയ്യാനായിട്ടുള്ള സ്കില്ലുകൾ വളർത്തിയെടുക്കുക എന്നുള്ളതാവട്ടെ പലപ്പോഴും തെറപ്പിയിലൂടെയാണ് സാധ്യമാവുകയും ചെയ്യുള്ളൂ. മൂന്നാമതായി നമ്മളുടെ ഉള്ളിലെ പാറ്റേൺസിനെ പറ്റിയും അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസിനെ പറ്റിയിട്ടും പഠിക്കുക, മനസ്സിലാക്കുക, വർക്ക് ത്രൂ ചെയ്യുക എന്നുള്ളതാണ്. എഗെയിൻ ഇതും തെറപ്പിയിലൂടെ വർക്ക് ത്രൂ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. എൻ്റെ തന്നെ പാസ്റ്റിലെ കാര്യങ്ങൾ അൺപാക്ക് ചെയ്യാനും അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അവയർനെസ് നേടിയെടുക്കാനും അതിലൂടെ വർക്ക് ത്രൂ ചെയ്യുകയും ചെയ്യുമ്പോഴായിരിക്കാം നമുക്കിന്ന് മുൻപിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് സാധിക്കാം. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പക്ഷേ വളരെയധികം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. വളരെയധികം മുൻപിലേക്ക് വർക്ക് ത്രൂ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമുക്കിതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് പലപ്പോഴും നമ്മളുടെ തന്നെ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളിൽ രണ്ടുപേരുണ്ടെങ്കിൽ അവരുടെ തന്നെ മറ്റ് സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രോബ്ലമായിട്ട് വന്നേക്കാം. അത്തരം കാര്യങ്ങളെപ്പറ്റി റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ പലപ്പോഴും നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുകയും എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അവിടെ നമ്മളുടെ സ്റ്റിഗ്മ എന്നുള്ളത് മാറ്റിവെച്ച് ഇതൊന്നും നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണേണ്ട കാര്യങ്ങളല്ല, ഇതൊക്കെ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ട കാര്യങ്ങളല്ല, ഇതൊക്കെ തന്നെ മാറിക്കോളും എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുകയും അഡ്വൈസ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്ട്രോങ്ങറായിട്ട് നമുക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സാമൂഹികമായിട്ട് നിൽക്കുന്ന ഇത്തരം ഒരുപാട് തെറ്റിദ്ധാരണകളെ മറികടക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള അവയർനെസ്സാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക.
അങ്ങനെയുള്ള ഒരു അവയർനെസ് എല്ലാവർക്കും ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുമായി മുന്നോട്ട് പോകുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.